നല്ല ലൊക്കേഷൻ. അങ്ങനത്തെ 2 ദിവസത്തെ നീണ്ട ട്രെയിൻ യാത്രയ്ക്ക് ശേഷം നമ്മൾ ആഗ്രയിലെത്തി. ആഗ്രയിലെത്തുമ്പോൾ തന്നെ ഇതുപോലെ ഒരുപാട് പേര് നമ്മളെ വന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോകാൻ കുറഞ്ഞ പൈസയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നൊരു പയ്യനുള്ള ഒരു 20 രൂപയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവിടെ ഓട്ടോയിൽ അവിടെ എത്തുമ്പോൾ 100 200 നമ്മൾ ചോദിക്കണം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ ഒരു പുള്ളിക്കാരനെ കിട്ടി. അഹമ്മദ് കുട്ടി എന്നാണ് ഞങ്ങളോട് പേര് പറഞ്ഞത്. അത്യാവശ്യം മലയാളമൊക്കെ അറിയാവുന്നുള്ളൊരു പുള്ളിക്കാരനാണ്. നല്ല സ്വഭാവവും കുറഞ്ഞ പൈസയ്ക്ക് തന്നെ നമ്മളെ ഈസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടുന്ന് ഷോപ്പിംഗ് ഒന്നും ചെയ്യില്ലെന്നാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞത്. ഇവിടെ എല്ലാം കത്തി വിലയാണ്, ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡൽഹിയിൽ പോയി ഷോപ്പിംഗ് ചെയ്യാം. പിന്നെ പുള്ളിയുടെ വാർത്ത നമ്മളെ മലയാള പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു പുള്ളി. ആഗ്രയിലൊരു കേരളം കണ്ടിട്ടില്ലാത്ത മലയാളി. ഓക്കെ, അങ്ങനെ നമ്മളെ ഹോട്ടലിൻ്റെ അവിടെ എത്തി. ഹോട്ടൽ താജ് പ്ലാസ. താജ്മഹലിൻ്റെ ഈസ്റ്റ് ഗേറ്റിൻ്റെ അടുത്തുള്ള ഹോട്ടൽ നോക്കിയാണ് നമ്മളെടുത്തത്. രാവിലെ പോകാനുള്ള കണക്കിന് വേണ്ടിയിട്ട് നമ്മൾ മാഗ്മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. 800 രൂപയായിരുന്നു. നമ്മൾ നോൺ എ സി റൂമാണ് എടുത്തത്. തണുപ്പായിരിക്കും എന്ന് ചോദിച്ചാൽ അവിടെ ഒരു തണുപ്പുമില്ല, ഭയങ്കര ചൂടായിരുന്നു. ഹോട്ടലിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ്. അവർ ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. റൂമെല്ലാം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടി വി, ഫാന് കാര്യങ്ങളൊക്കെ തന്നെ അവരവരുടെ റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വെളിയിലോട്ടൊരു നല്ലൊരു കാഴ്ച കാണാം. പിന്നെ ഇതെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ്. പോയി നോക്കാം. ഈ ഒരു താജ്മഹലിൻ്റെ ഒരു വ്യൂ, ഡയറക്റ്റ് ആയിട്ടുള്ള വ്യൂ മേളിലത്തെ നമുക്ക് കാണാൻ പറ്റും. നമ്മളവിടെ നിന്ന് ഒത്തിരി ഫോട്ടോസും കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.